അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഞാനിന്ന് വെള്ളപ്പം എന്നാണ് ഞങ്ങൾ പറയുക. നമ്മൾ സാധാരണ ഈ വെള്ളപ്പം എന്ന് പറഞ്ഞു പോകുന്നതാണ്. അതിനുവേണ്ടി അരിയും ഉഴുന്നും തേങ്ങയും കുറച്ച് ചോറും, അതായത് 1.5 കപ്പ് അരിയും പിന്നെ 2 ടേബിൾ സ്പൂണ് ഉഴുന്നും അരമുറി തേങ്ങ ചിരവിയതും ഒരു 1/4 കപ്പ് ചോറും ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂണ് അപ്പസോഡയും ബേക്കിംഗ് സോഡ ഇട്ടുങ്ങാണ്ട് ഒരു 6 മണിക്കൂർ മുന്നേ കൂട്ടി വെച്ചതാണിത്. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കാറ്. ഉപ്പിട്ട് കൊടുത്താലത് ലയിച്ച് കിട്ടൂല, അരിഞ്ഞ് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ഉപ്പ് വെള്ളമാണ് ഇപ്പൊ ചേർത്തി കൊടുത്തത്. ആ ഉപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കയ്യിലെടുത്ത് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കാം. അത് ആയി വരുന്നത് നമുക്ക് തന്നെ ഇങ്ങനെ കാണാം. ഏതായാലും നമുക്ക് നോമ്പ് തുറക്കാൻ സമയത്ത്, നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിച്ച സമയത്ത് പച്ചരിപ്പൊടി കുഴക്കാനും ഇടിയപ്പം തീറ്റാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ വേഗത്തിൽ തന്നെ നമുക്ക് ചട്ടി വെച്ച് ചുട്ടെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ നന്നായി നല്ല അപ്പമായി കിട്ടിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത ഒരു അപ്പം മുട്ടക്കറിയും കൂടി ഒരു ലോങ് വീഡിയോ ആക്കി ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നുസ്രത്ത് KP. പിന്നെ ഇന്ന് മുട്ടക്കറിക്ക് ആവശ്യമായ സാധനങ്ങളാണിവ. 2 സവാള അരിഞ്ഞതും 2-3 വലിയ പച്ചമുളക് അരിഞ്ഞതും, കുറച്ച് ചെറിയ ഉള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചെറിയ 2 തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 കറിവേപ്പിലയും ഉണ്ട് അതിലേക്ക്. ഇത് മിക്സിയിലിട്ട് ചതക്കാൻ നിന്നപ്പോഴേക്കും കറണ്ട് പോയി. ഒരു ചോപ്പറിൽ ഇട്ട് ചോപ്പ് ചെയ്യാനാണെന്ന് ഞാൻ ചോപ്പറിൽ ഇട്ടിരിക്കുന്നത്. ഇനി അത് ഇതിലിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇങ്ങനെ ചോപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ പേര് നുസ്രത്ത് KP ആണ്. എനിക്ക് 3 മക്കളാണുള്ളത്. ഹസ്ബൻഡും ഉണ്ട്. ഹസ്ബൻഡൊക്കെ ഇപ്പോൾ 60 കഴിഞ്ഞ് ബ്ലോക്കും കിഡ്നിയുടെ അസുഖവും വാൽവിൻ്റെ ചുരുക്കവും പ്രഷറും ഷുഗറും എല്ലാം കൂടി സുഖമില്ലാതെയാണ്. എനിക്കൊണ്ട് പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ സാരമായിട്ട് വന്നിട്ടില്ല. അതിനൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയുർവേദ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി മരുന്ന് കഴിക്കും. ഒക്കെ അങ്ങനെ പോണു, കുഴപ്പമില്ലാതെ. വെള്ളപ്പം
മുട്ടക്കറിയും കൂടിയാണല്ലോ. വെള്ളപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല വെള്ളപ്പമായി കിട്ടിയിട്ടുണ്ട്. തേങ്ങയും അരിയും ഉഴുന്നും അല്പം ചോറും ഒരു 1/4 ടീസ്പൂൺ അപ്പസോഡയും കൂടെ അരച്ച് വെച്ചതാണ്. പിന്നെ അതിലേക്ക് ഉപ്പ് പൊന്തി കഴിഞ്ഞ് ചുടുന്ന നേരത്താണ് ചേർത്തി കൊടുത്തത്. നല്ല വെള്ളപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ച കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് ഒരു 1/4 ടീസ്പൂൺ ഉലുവ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് സവാളയും ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ സവാളയുടെ മധുരം ഒക്കെ പോയി കിട്ടാൻ വേണ്ടി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് വഴറ്റി കിട്ടുന്നത് വരെ നമുക്ക് വേഗം വഴറ്റി കിട്ടുന്നതിന് വേണ്ടി ഒരൽപ്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്തതിൽ പച്ചമുളക് ഇട്ടിരുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇന്നിപ്പോൾ മരുമോള് ഇരുന്ന് നിൽക്കുകയാണ്. ഓളാണ് എന്നെ പെയ്യല്. ഇന്ന് മരുമോള് നോമ്പ് തുറക്കാൻ വേണ്ടി പോയതാണ്. പിന്നിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ചോപ്പറിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് വെച്ച് ആ വെള്ളത്തിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആ ചതച്ച കൂട്ടൊക്കെ അതിൽ പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് അതിൽ കിട്ടുകയും ചെയ്യും. പിന്നെ പൊടി ചട്ടിയിലേക്ക് ഇടുന്നതിലേറെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ വഴറ്റി വന്ന സവാളയിലേക്ക് തക്കാളിയും കൂടെ ചേർത്തിളക്കി നന്നായി ആ തക്കാളിയൊക്കെ നല്ലോണം വാടി വരണം. എന്നിട്ട് ആ അരവുണ്ടാക്കി വെച്ച് നമ്മൾ പണ്ടൊക്കെ അമ്മിയിൽ അരച്ച് കലക്കിയെടുക്കുന്നത് പോലെ പൊടി വെച്ച് കലക്കിയെടുത്ത ആ കൂട്ട് നന്നായി ഇളക്കി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ആ ചോപ്പറിൻ്റെ പാത്രം ചോറ്റി ഒന്നും കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതും ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കോഴിമുട്ട പുഴുങ്ങി തോട് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പും വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്.
അതിലേക്കുള്ള ഉപ്പ് കല്ലുപ്പാണ് ഉപയോഗിക്കാറ്. കല്ലുപ്പാണ് നമ്മളെ വയസ്സായില്ലേ നമുക്കൊക്കെ, അപ്പം കല്ലുപ്പാണ് മുട്ടുവേദനയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾക്ക് വയസ്സായവർക്ക് കൂട്ടാൻ നല്ലത് കല്ലുപ്പാണ്. ആർക്കും നല്ലത് അത് തന്നെയാണ്. പോളിഷ് ചെയ്യാത്ത കല്ലുപ്പ് കൂട്ടുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. പൊടിയുപ്പ് എളുപ്പത്തിന് വേണ്ടി എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. വയസ്സായവർ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. മുട്ടുവേദനയൊക്കെ കൂടാനൊരു കാരണമാവും പൊടിയുപ്പ് കൂട്ടുന്നത്. അപ്പൊ കല്ലുപ്പ്, പാചകത്തിന് കല്ലുപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, ഏറ്റവും നല്ലതായിരിക്കും. ഇനി മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. വെന്ത മുട്ടയാണ്. ആ അരപ്പിന്റെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി തൂവിക്കൊടുക്കാം. കുരുമുളക് പൊടി തൂവിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ മല്ലിയില ഉപയോഗിക്കുന്നത് അത്ര ഇഷ്ടമല്ലല്ലോ മരുമോള് ഇവിടെ അല്ല, എൻ്റെ ഹസ്ബൻഡിനും മല്ലിയിലൻ്റെ ചുവ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ടേസ്റ്റും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വെന്ത് വാങ്ങാൻ നേരത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ടേസ്റ്റും ബാലൻസ്. ഏതായാലും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ശുദ്ധമായ. ഇനി ആ ചട്ടി സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്താൽ, എൻ്റെ ഹസ്ബൻഡിന് എരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് എരിയെ ബാലൻസ് ചെയ്യാൻ വെളിച്ചെണ്ണ നല്ലതാണ്. വീണ്ടും ഒരു വീഡിയോയുമായി വരാം. ഞാൻ കുറേയായി ഷോർട്ട് വീഡിയോ ഇടുന്നു. അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാൻ എല്ലാവരും കാണുമ്പോൾ എന്നോട് പറയാറുണ്ട്, കമൻറ്റിലല്ല. അപ്പം ഇന്ന് ലോങ് വീഡിയോ ആയിട്ടുണ്ട്. വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.